ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്ക. കൊന്ന പൂവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് പാടി അവിടെ ഇരുന്നിട്ട് അത് അപ്പനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനിപ്പോ എന്താ ഇതിലിപ്പോ മനസ്സില് മുതലാളി കരുനാരനെ കണ്ടിട്ട് വരുന്ന വഴിക്ക് പരിപ്പ് വാങ്ങിച്ചാൽ മതി എന്നാണ് എന്റെ ധാരണ. സജീവൻ വെളിച്ചപ്പാട് തുള്ളി വരുന്നു. സന്താനങ്ങൾക്കൊക്കെ സുഖല്ലേ? ലോഡ് കയറ്റോ ഇല്ലേ? ലോഡ് കയറ്റും. പുഞ്ചിരി വിടണില്ലേ നമ്മുടെ മൂത്ത് ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്ക. എനിക്ക് എന്തൊരു വലിയ ചക്കയെന്നറിയോ? രാജലക്ഷ്മി ചേച്ചി കൊണ്ടതാ. കുടിലേക്ക് പോവാണ്. സരിത എന്താ നടന്നോ? ഞാൻ ചക്ക കൂടെ വയ്ക്കും. നല്ല കനുണ്ട്, ഇതിൽ നിറച്ച് വെള്ളണ്ടേ. ഇന്നേ വലിയ കലത്തിലാണ് കഞ്ഞി വയ്ക്കുന്നത്. ഇന്ന് നമ്മുടെ അധോലോകംകാര് ഇവിടെ മറ്റേ അധോലോകംകാരൊന്നും വരില്ലേ? എന്ന് ഷൂട്ടിംഗ് ഉണ്ട്, ഷോർട്സിന്റെ. അപ്പൊ അവർക്കുള്ള ഉച്ചയ്ക്കുള്ള ചോറും ഞങ്ങൾക്കുള്ള കഞ്ഞി ആകെ പോകാം. അപ്പൊ മോളിൽ കൂടെ പോളില്ലാന്ന് തോന്നുന്നു. അതിപ്പോ പോക്കാം, അതാ പോവിക്കാം. ഇതിപ്പൊ കളയാന്ന് പറയും. അത് തുറക്കേണ്ടി വരും തോന്നുന്നു. അരി കൂടുതൽ എടുത്തിട്ടുണ്ടെന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഷൂട്ടിംഗ് ഉണ്ടെന്ന്, ഞായറാഴ്ചയാ. അപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ പരമാവധി അപ്പോഴത്തേക്ക് ഒരു സ്ക്രിപ്റ്റൊക്കെ റെഡിയാക്കി ഒരു ഷോർട്സ് പോലത്തെ എടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങൾ അധോലോകം ടീമിൻ്റെ. അപ്പോൾ അധോലോകം എല്ലാവരും ഒന്നുമില്ല, സാധാരണ പോലെ തന്നെ. ഇപ്പം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ് പ്രേമേട്ടൻ, ജയന്തേച്ചി, ശശിയേട്ടൻ, ദിനേശൻ, അത്ര പേരുള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടാളും. അപ്പോൾ ഇത്ര പേരെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത്ര പേര് ഉണ്ടാവും. അപ്പോൾ അത് കാരണം അരി കൂടുതലുണ്ടാവും, ഉച്ചയ്ക്ക് ഉണ്ടാവേ. ഞാൻ ചക്ക വെട്ടാൻ പോവാ. സരിത വെള്ളം കാഞ്ഞിട്ടില്ല? ഇല്ല, വെള്ളം കാഞ്ഞിട്ടില്ല. വെള്ളം കായുമ്പിടാം. അപ്പൊ ചക്ക അറിയില്ല, ചോളയുണ്ടോ മൂത്തുണ്ടോ ഒന്നും അറിയില്ല. എന്നാലും ഫസ്റ്റ് ആദ്യമായിട്ടൊരു ചക്ക ഈ കൊല്ലത്ത് കിട്ടിയപ്പോൾ ഒരു കൊതി. അതെ, കുഴപ്പമില്ലല്ലേ? അയ്യോ നന്നായി പശയുണ്ട്. എന്നിട്ട് ചെയ്യാ പശ നമ്മൾ കളയും. നല്ല പശയുണ്ട്, നല്ല പശ, നല്ല. അയ്യോ വഴിയിലാക്കല്ലേ നടക്കണോടത്ത്. വഴിയിലാവില്ലേ? പുല്ലിലേക്ക് തന്നെയാവുള്ളൂ. ഒരരി ഊത്തിക്ക് വെച്ചോളോട്ടോ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നടക്കുമ്പോഴേ. ചിരട്ടി എടുത്തോ? ചിരട്ടി എടുക്കാൻ പോണത് ഇവിടെ എറി. ആ ബക്കറ്റില് ചിരട്ട അവിടേക്ക് കയറി നടക്കണ്ട. പണ്ടത്തെ എല്ലാ വീട്ടിലുണ്ടാവും ഒരു ചിരട്ട. ഈ പശ പോന്ന പോക്ക് നോക്കിയേ. ഒരു മുറി മതിയാവൂല്ലേ? മൂത്തുണ്ട് അല്ലേ? മൂത്തുണ്ട്. ഞാൻ വിചാരിച്ചു മൂക്കാണ്ടേ രാജലക്ഷ്മി ചേച്ചിക്ക് ഉറപ്പില്ലേ മൂത്തുണ്ടോന്ന്. ഇനിയും പശ വരുന്നു. കുറച്ച് സമയം ഇരിക്കട്ടെന്ന് വെച്ചാ. അല്ലടി, അല്ലെങ്കിൽ വെട്ടിയിട്ട് വെക്കി കുറച്ച് സമയം. ഇതൊരു ചോള മീൻ നോട്ടെ, തിന്നുമ്പോ മുറുക്കള ടൈപ്പാണെന്ന് നോട്ടെ. ചക്കര പോലെ തന്നെ മുറുക്കണ്ട്. പശയില്ല കൈമേ. വെളിച്ചെണ്ണ എടുക്കണോ? വെളിച്ചെണ്ണ ഇവിടെ ഇരിക്കാം. ഇത്തിരി പിശിക്ക. അത്ര പോരെ? അധികമായി കഴിഞ്ഞാൽ ചേട്ടനാ അടുമ്പ പിടിക്കാൻ പറ്റില്ല, വെട്ടൊത്തിമ പിടിക്കാൻ പറ്റില്ല. നമ്മളിവിടെ ഇരുന്നു, ഒരു ചാക്ക് ഇട്ടിട്ട് ഇരുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇരിക്കറി. ചൊള ഇപ്പൊ വരും. ഇരിക്കണ്ടേ ചൊള? ചോളയിടാൻ പാത്രം വേണല്ലേ? പിന്നല്ലേ. എന്നിട്ട് അതിന്റെ ചവണി കളഞ്ഞിട്ട് അരിക്കില്ലേ, എന്നിട്ട് വീണ്ടും അരിഞ്ഞിട്ട് ഇതിരിക്കട്ടെ. അങ്ങനെ പാത്രങ്ങളാണ് ഉണ്ടാവട്ടെ. കുറച്ചുകൂടി കനം വെക്കും തോന്നുന്നുണ്ട് അല്ലേ? അറിയില്ല എങ്ങനത്തെ ചക്കയാന്ന് നമുക്ക് അറിയില്ല. നേരത്തെ ചക്ക ഉണ്ടായി, കുറേ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ SBM പോയിപ്പോൾ അവിടെ കണ്ടില്ലേ ചക്ക, വലിയ ചക്കകള്. ഇവിടെ ഒരു വലിയ കൊടും ചതിയുടെ കഥയാണ് എനിക്കിപ്പോൾ വെളിപ്പെടുത്താനുള്ളത്. ചതി? അതെ, നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണിന് കംപ്ലൈൻറ്റ് വന്നു. കുറേ നാളായിട്ടുണ്ട് കേട്ടോ തുടങ്ങിയിട്ട് കംപ്ലൈൻറ്റ്. അതായത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ആവാൻ ബുദ്ധിമുട്ട്, പിന്നെ അത് അപ്ലോഡ് ചെയ്യാൻ വെച്ചാൽ ചിലപ്പോൾ അപ്ലോഡ് ആവില്ല, മണിക്കൂറുകളോളം ഇരുന്നാലും അപ്ലോഡ് ആവില്ല. അപ്പോൾ ചില സമയത്ത് നമ്മുടെ വീഡിയോ ഒക്കെ ലേറ്റ് ആവാറില്ലേ.
അപ്പം അത് പിന്നെ ഇതിൽ നോക്കിയിട്ട് കുറേ വട്ടം നോക്കിയിട്ട് ആവാണ്ടാകുമ്പോൾ പിന്നെ അതിനെ ചേട്ടൻ്റെ ഫോണിലേക്ക് ആ ഫയൽ അയച്ച് പിന്നെ അതിൽ നിന്ന് അപ്ലോഡ് ചെയ്തിട്ടൊക്കെയാണ് ആക്കാറ് പല സമയങ്ങളിൽ. എന്നാലും അത് തന്നെയായിട്ട് ഇപ്പോൾ കുറച്ച് എത്ര നാളായി അത് 2 കൊല്ലം 3 കൊല്ലം 2.5 കൊല്ലം 2 കൊല്ലത്തോളം നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഷൂട്ടിങ്ങും ഒക്കെ അതിൽ തന്നെയല്ലേ, ഫുള്ളാ ഫോൺ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ ആയിരിക്കും. ഇപ്പോൾ അതിൽ അപ്ഡേഷനൊക്കെ വന്നപ്പോൾ അതിൽ ലൈൻസ് വീണു. അപ്പോൾ ലൈൻസ് ഇങ്ങനെ ദിവസം ചെല്ലുന്തോറും കൂടി വരില്ല. അത് വെച്ചിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പുതിയ ഫോൺ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ മര്യാദയ്ക്ക് ആ ഇറയത്തിരുന്ന് ഒരു ചായയും കുടിച്ച് ഫോണും നോക്കി അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ആ സിറ്റ് ഔട്ടിൽ. സാധാരണ പോലെ നമ്മളൊരു വീട്ടിലെങ്ങനെയാണ് ഇരിക്കുക അതുമാതിരി. അപ്പോൾ എൻ്റെ അടുത്ത് ചേട്ടൻ വന്നിട്ട് മൈക്കൊക്കെ എൻ്റെ ഇവിടെ വെച്ചെന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ മൈക്ക് ഈ ഫോണിൽ ഈ മൈക്ക് വർക്കാവുണ്ടോ എന്ന് നോക്കട്ടെ, നീ ഒരു പാട്ട് പാടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ സമയത്ത് തോന്നിയൊരു പാട്ട്, ഇത് വെറുതെ മൈക്ക് വർക്കാവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ക്ലിപ്പുകൾ എപ്പോഴും എടുക്കാറുണ്ട്. എല്ലാ വീഡിയോ എടുക്കണതിൻ്റെ മുന്നേ ഒരു ക്ലിപ്പ് എടുക്കും, മൈക്ക് വർക്കാവുണ്ടോ സൗണ്ട് റെക്കോർഡ് ആവുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പം അത് അപ്പം തന്നെ ഡിലീറ്റ് ആക്കി കളയുകയും ചെയ്യും. അപ്പം ഞാൻ അവിടെ ഇരുന്നിട്ട് കുറേ ഇത് വെറുതെ എടുക്കണതല്ലേ. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾക്ക് ഫുൾ സ്വാതന്ത്ര്യത്തിൽ വേറെ ആരും കാണില്ലല്ലോ എന്നുള്ള ധൈര്യത്തിൽ നമ്മൾ പലതും ചെയ്യില്ല എല്ലാവരും. അതുപോലെ ഞാൻ കുറേ ഗോഷ്ടിയൊക്കെ കാണിച്ചിട്ടാണ് ഞാൻ കൊന്ന പൂവേ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് പാടി അവിടെ ഇരുന്നിട്ട്. അത് പാടി കഴിഞ്ഞപ്പോൾ അതപ്പം എന്നെ അത് കേട്ട് നോക്കണ്ടായിരുന്നു ചേട്ടൻ. അപ്പോൾ മൈക്ക് വർക്കാവുണ്ട്. അപ്പോൾ അതപ്പം എന്നെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ചേട്ടനുണ്ടതേ പഴയ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് അതിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കണു. അപ്പം ഞാൻ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പാട്ട്. അപ്പം എനിക്കൊരു പന്തികേട് മണത്തു. അപ്പം ഇതെന്തുകൊണ്ടിപ്പോൾ ഇത് ചെയ്യണം, അത് മാച്ച് കളയാൻ ഞാൻ വെറുതെ ഇങ്ങനെ ഒരേ ഗോഷ്ടി കാണിച്ച് പാടിയതല്ലേ എന്ന് പറഞ്ഞു. ഇത് നന്നായിട്ടുണ്ട്, ഇത് അപ്ലോഡ് ഇത് ഇടുമെന്ന് പറഞ്ഞു. അല്ല ഇടുന്ന് പറഞ്ഞില്ല എന്നോട്. അപ്പം എനിക്ക് മനസ്സിലായി അത് ഇടുമെന്ന് എനിക്ക് ഉറപ്പായി. അപ്പം ഞാൻ കുറേ പറഞ്ഞു, 2 ദിവസം ഞാൻ പിന്നാലെ നടന്ന് പറഞ്ഞു. ഇന്നലെയും പറഞ്ഞു അത് ഇടരിക്കോട്ടെ ചേട്ടാ. അപ്പം ആ പാട്ട് പാടിയത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പാടിയതും അത്രയ്ക്ക് നന്നായിട്ടൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ ശരിക്കും ഈ ഗോഷ്ടി ഒന്നും കാണിക്കാണ്ട് മര്യാദയ്ക്ക് നിന്ന് പാടാം, എന്നിട്ട് അത് എടുത്തിട്ട് ഇട്ടോ, വീണ്ടും ഞാൻ പാടിത്തരാം ഡ്രസ്സൊക്കെ മാറി വന്നിട്ട്. അപ്പോൾ നീ ഇതുപോലെ തന്നെ പാടോ, ശരിക്കും ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ പാടണം. അപ്പം ഞാൻ പറഞ്ഞു ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഞാൻ പാടാം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ഞാൻ എൻ്റെ ഫോൺ വെറുതെ യൂട്യൂബ് തുറന്നപ്പോണ്ട് മറ്റേ ഷോർട്സ് എടുക്കണേൽ ആദ്യം തന്നെ അത് ഞാൻ അറിയത്ത് അങ്ങനെ ഇരിക്കണത്. അതിനിപ്പോൾ എന്താ ആളുകൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നാച്ചുറൽ, മനസ്സിലായ നാച്ചുറൽ. കമന്റ്സ് ഞാനും വായിച്ചു. ഇൻസ്റ്റാഗ്രാമിലത്തെ കമന്റാണ് ഞാൻ വായിച്ചേ. ഇൻസ്റ്റാഗ്രാമിലും ഇട്ടു, ഫേസ്ബുക്കിലിട്ടാ, എല്ലാത്തിലും ഇട്ടു. പരമാവധി നാറ്റിക്കാൻ പറ്റാവുന്ന എന്റെ പരമാവധി. നല്ല രസമായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമില്ലല്ലോ. അപ്പൊ പിന്നെ എന്റെ വീഡിയോ അല്ലേ, ഞാനല്ല ഇതിലുള്ളത്. അപ്പൊ എന്റെ ഇഷ്ടം നോക്കണ്ടേ, വീഡിയോ ഇടണ്ടേ എന്നുള്ളത്. കാര്യം ഭാര്യയും ഭർത്താവ് തന്നെയാ. പക്ഷെ അമിതമായിട്ട് നമ്മളെ ഇതാക്കാൻ പാടണ്ട. നമ്മൾ പറയണതിന് ഒരു ചെറിയൊരു ഇതെങ്കിലും തന്നൂടെ. എനിക്കത് ഇഷ്ടമില്ല. എന്റെ കുറവുകൾ നോക്കിയിട്ട് അതിലൊക്കെ എന്നിട്ട് കുറവ് എന്ന് പറയാനുള്ളത്, എന്റെ കുറവുകൾ നോക്കിയിട്ട് ഇടാണെങ്കിൽ വീഡിയോകളൊന്നും ഇടാൻ പറ്റില്ല. അത് ചേട്ടന് ഇഷ്ടമാണ് ഇടുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ പറയണത്. ഇപ്പൊ ചേട്ടന്റെ എന്തെങ്കിലും കുഴപ്പങ്ങൾ പറയണത് ചേട്ടന് ഇഷ്ടമില്ല. അല്ല നോർമലി എല്ലാവർക്കും ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല നമ്മളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പബ്ലിക്കിന്റെ മുന്നിൽ പറയണത്. പക്ഷെ ചേട്ടനത് ഭയങ്കര ചേട്ടനത് ആസ്വദിക്കും ഇരുന്നിട്ട്. അത് കണ്ടിട്ട് എന്തെങ്കിലും അബദ്ധങ്ങൾ അത് കണ്ടിട്ട് ആളുകൾക്ക് സന്തോഷം വരികയാണെങ്കിൽ ഞാനതില് എനിക്കത് ഇഷ്ടമാണത്. അതിനെ പറഞ്ഞേ ചേട്ടനത് ഇഷ്ടമാണ്. ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ നിർബന്ധിച്ച് ചേട്ടൻ അറിയാണ്ട് ചേട്ടൻ്റെ എന്തെങ്കിലും ക്ലിപ്പൊക്കെ എടുത്തിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ട. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലാന്നിങ്ങനെ വായോണ്ട് പറയാൻ കുഴപ്പമില്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നറിയാം. ചെയ്യണത്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമന്റ്, ഈ ടീച്ചർ ഈ പരുവായ അത് തമാശ ഇപ്പൊ കൊണ്ടുപോവാണെങ്കിൽ നടത്തി കൊണ്ടുപോവാ കുറച്ച് നാള്. അല്ല അങ്ങനെ കമന്റ് ഇടുന്നവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത്തിരി കുറവുള്ളവര് 2 പിരി കുറവുള്ളവര് പാടണ പോലെ ഉണ്ട്. അത്
ആ മറ്റേ ഒരു പെൺകുട്ടി പരിപാടി അവതരിപ്പിക്കുന്നില്ലേ? ഏത് പെൺകുട്ടി? എന്നിട്ട് കൺമണി എന്താ എൻ്റെ പേര്? കുറേ അതവര് അഭിനയിച്ചിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഷോർട്സ് ഇടുന്നതാ. ഇത്തിരി കിങ്ങിണി അല്ലേ? കിങ്ങിണി എന്ന് പറഞ്ഞിട്ടുള്ളത് ചാനല്. ഇത് അത്ര ബോറൊന്നും ആയിട്ടില്ലേ കണ്ടൊരു കാര്യം നോക്കിക്കേ. ഇവർക്ക് തോന്നുന്നതാണ്. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞു എന്ന് മാത്രം, പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോൾ ഞാൻ പറയുന്നത് തെറ്റായിരിക്കാം, പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. നിങ്ങളെയും അത് അറിയിച്ചു എന്ന് മാത്രം. നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ പലർ കുറച്ചെങ്കിലും പേര് വിചാരിച്ചിട്ടുണ്ടാവും എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ച് പാടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇത് പറയാണ് നിങ്ങളോട്. എൻ്റെ നിരപരാധിത്വം തെളിയിച്ചതാണ്. യഥാർത്ഥ കുറ്റവാളി ഇവിടെ ഇരുന്ന് സുഖിക്കുകയാണ്. എന്തൊരു സുഖിന് ചക്കച്ചോള പറയുന്നതാണ് സുഖിയില്. ഈ ചക്കച്ചോള പറയുന്നത് സുഖിയില്. നമ്മളിതൊക്കെ ഇതിനൊക്കെ ഒരു രസകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ചെയ്യുന്നു. അത് പാട്ട് പാടുമ്പോൾ തെറ്റുകൾ പറ്റും. പാട്ട് പാടാത്തവരാരും ഇല്ല. എന്താ അതൊരു പുതിയൊരു ഇതാണല്ലോ. തെറ്റ് ചെയ്യാത്തവരായി ആരും ഇല്ലാന്ന്, പാട്ട് പാടാത്തവരായിട്ട് ആരും ഇല്ല. പാട്ട് പാടാത്തവരൊക്കെ ഉണ്ടാവും. പാട്ട് ഒരു മൂളിപ്പാട്ടെങ്കിലും പാടാത്തവരുണ്ടാവില്ല, അപൂർവം ഉണ്ടാവുള്ളൂ. ഞാൻ എന്തിട്ടാ ഒരു സ്പാനിഷ് പഴഞ്ചൊല്ല അങ്ങോട്ട് പറയാൻ വന്നായിരുന്നു. അത് നാവും തുമ്പത്തുണ്ടായിരുന്നു ഈ പാട്ട് ഇതിനെ പറ്റിയിട്ട് പറയാനായിട്ട്. അത് പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഇനി ആലോചിച്ച് കിട്ടുമ്പോൾ നമുക്കത് ചെയ്യാം. ഇതില് ചെയ്യാല ഈ പഴഞ്ചൊല്ല് പുറത്തേക്ക് എടുക്കാണ്. നിനക്ക് പറഞ്ഞ ഈ സാധനത്തിലുള്ള മറുപടി ആ അടുപ്പിന് തീ കത്തിച്ചോട്ടെ. തീ കടാറുണ്ടാവും. നോക്കി അരിയിടാറുണ്ടാവും. നോക്കിക്കോ. അയ്യോ, നമ്മള് അവിടെ കത്തി വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ വെള്ളം തിളച്ചു. ഇളക്കുന്നതിനെ കുറിച്ചിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അരി ഇടുമ്പോഴേ അടുക്കളയിലാണെങ്കിൽ ഇളക്കും, ഇവിടെ കയ്യിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പിന്നെ കയ്യിൽ ഇനി അവിടേക്ക് എടുക്കാൻ പോകണ്ടേ എന്നുള്ള മടി ആലോചിച്ചിട്ട് ഇളക്കാറില്ല. അപ്പം അങ്ങനെ ഇളക്കാത്തത് കണ്ടപ്പോഴേ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, വായിച്ചു ചേട്ടാ. അത് ആരട്ടെ എനിക്ക് ഓർമ്മയില്ല. ആ കമൻറ്റ് വായനയിൽ വായിക്കാം. എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല, അത് നോക്കി വായിക്കണം. ഒരു കുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അമ്മ പറയാറുള്ളത് ഇളക്കണം, അരി ഇട്ട് കഴിഞ്ഞാൽ ഇളക്കണം എന്ന് പറട്ടെ. എല്ലാവരും ഇളക്കും അരി. ഞാൻ ഇളക്കാറുണ്ട്. കയ്യിലില്ല ഉണ്ടെങ്കിൽ ഇളക്കണോ, അല്ലെങ്കിൽ ഇളക്കില്ലേ. മറ്റേ വെള്ളി പ്രകാശവലയുണ്ട് തലയ്ക്ക് ചുറ്റും. ചായ കാപ്പി വല്ലതും വേണോ? ഒന്നും വേണ്ട. ഈ കൈക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാ അല്ല, കാലത്ത് എണീക്കുമ്പോ ഈ കാപ്പി പറഞ്ഞിട്ട് പിന്നെ നടക്കണല്ലോ. എന്താ വേണ്ടത്? കാലത്ത് തന്നെ വയറ് നിറഞ്ഞ ഇതിപ്പോ വയറിയില്ല. അയ്യേ, ഇതൊക്കെ എന്ത് ജീവിതത്തിൽ നമ്മൾ നേരിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വെച്ചേക്കുമ്പോൾ ഇതൊക്കെ എന്ത്. ഇതിനൊക്കെ ഒരു രസമായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കാര്യം. പാട്ട് നമ്മൾ എന്തെല്ലാം തർക്കങ്ങളും എന്തെല്ലാം വർത്തമാനങ്ങളും നടക്കുന്നു. അതിൻ്റെ ഉള്ളിൽ കൊന്നപ്പൂവേ കിങ്ങിണിപ്പൂവേ കൊങ്ങിണിപ്പൂവാണ്. അല്ല, അയ്യോ കൈ എൻ്റെ പോയി. എൻ്റെ പോയിന്നാ കൊന്നപ്പൂവേ. അത് അമേരിക്കയിലുള്ള മോളമ്മാൻ്റിയില്ലേ, നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ജഗുവിന് ഒക്കെ ഒരു ഫുഡ് ഉണ്ടാക്കി തന്നിട്ടില്ലേ. മോളമ്മാൻ്റിനെ അറിയായിരിക്കും, കണ്ടിട്ടുണ്ടാവും. മോളമ്മാൻ്റിക്ക് ഹൈസ്കൂളിൽ പഠിക്കുമ്പോ ആ പാട്ട് പാടിയിട്ട് ഇഷ്ടപ്പെട്ട പാട്ട് അത്ര അല്ല അങ്ങനെ പറഞ്ഞ ആള് മെസ്സേജ് പാട്ട് പാടിയിട്ട് ആളത് പാടിയിട്ട് എനിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി. അതിനെന്തിട്ട് മനസ്സിലാവാൻ? പാട്ട് നന്നായതുകൊണ്ടാണ് ആൾ ഇട്ടത്. പാട്ട് നന്നായിട്ടൊന്നും ആള് പറഞ്ഞില്ല, ആൾക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. എന്നിട്ട് പറഞ്ഞിട്ട് പാടിയിട്ടു. അത് ഇട്ടു. ഇനി അതന്നെ പറഞ്ഞിരിക്കണ എന്തിനാ? ഞാനത് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞാൻ ചേട്ടന്റെ കുഴപ്പം. എന്നിട്ടെങ്കിലും നമ്മള് പറഞ്ഞ അത് അപ്പ അവസാനിപ്പിക്കില്ല, പിന്നെ അതുമ്പോ പിടിച്ച് ഇങ്ങനെ നിക്കും. ഇനി ചക്ക കാര്യം മാത്രം ഞാൻ പറയും, കള്ളുകൂടിയന്മാരാണ് അങ്ങനെ പറഞ്ഞു തന്നെ. അപ്പൊ പറയും, അപ്പൊ ഞാനത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കും. അപ്പൊ അത് വീണ്ടും അതന്നെ പറയും. അപ്പൊ വീണ്ടും പിന്നെ ഞാൻ നിർത്തി.
അടിപൊളിയായിട്ട് തിളക്കണ്ടല്ലേ? മതി. അടിയിലേ ഒട്ടി പിടിക്കില്ല. പണ്ട് കാലത്ത് അരിപ്പ കഞ്ഞിക്കാലത്തിൻ്റെ അടിയിൽ ചോറ് വയറ്റുകൾ ഇങ്ങനെ ഒട്ടി പിടിക്കും. പണ്ട് കാലത്ത് അമ്മയൊക്കെ ഇളക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിലേ നമ്മുടെ എല്ലാ ചക്കയും ചവണി ഒക്കെ പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി സരിത അരിയാൻ പോകണ്ട. എനിക്ക് ഞാൻ കാപ്പി വേണ്ട കൂപ്പി വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സരിത കാപ്പി ഉണ്ടാക്കിക്കൊണ്ടു. എന്താ കഥ? അല്ലെങ്കിൽ ഞാനിവിടെ കുടിക്കായിരിക്കും എനിക്ക് സമ്മതിക്കില്ല. അപ്പോഴേക്കും പിന്നെ ഞാൻ പോയി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് കുടിക്കും. അറിഞ്ഞൂടത് കുറെ നാളെ തുടങ്ങിയിട്ട്. അത് ഞാൻ കാപ്പിയുടെ മണം എന്നെ ഹഠാത് ആകർഷിക്കുന്നു, എന്റെ മൂക്കിലേക്ക് അടിച്ചു കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞു വരും. ഞായറാഴ്ച നല്ല രസമാണ്. ഞായറാഴ്ച ഇപ്പം നമ്മൾ എല്ലാ ദിവസവും വീഡിയോകളും കാര്യങ്ങളൊക്കെ ജോലി പോലെ തന്നെയാണ് നമ്മുടെ പോകുന്നത് കാര്യങ്ങൾ. എന്നാലും ഞായറാഴ്ച എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ സ്കൂൾ കുട്ടികളുടെ പോലെ തന്നെയാണ് നമ്മൾ. ആ ഒരു ദിവസമല്ലേ അത്. തിങ്കളാഴ്ച ഞായറാഴ്ച ഇതിലിപ്പോ മനസ്സില് മുതലാളി ഞായറാഴ്ച സുഖമായിട്ട് കിടന്നുറങ്ങാൻ സമ്മതിക്കാണ്ട് എന്നെ വിളിച്ചു വരുത്തി ഇവിടെ നിർത്തിയിട്ട് കാലത്തെ ഞായറാഴ്ചനെ കുറിച്ച് പ്രസംഗിക്കുന്നോടാ. ഇതിനാണെങ്കിൽ കാലത്തെ 7:15 നല്ല ഞായറാഴ്ചക്ക് കൂടുതൽ സമയം കിടന്നുറങ്ങാനായിട്ട് ആഗ്രഹമുള്ള ആളുകളായിരിക്കും ഒരുവിധം പേരൊക്കെ. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്, അത് എല്ലാ ദിവസവും വർക്ക് ഉള്ളവരല്ലേ. എല്ലാ ദിവസവും കാലത്ത് ഇപ്പൊ നേരത്തെ എണീറ്റ് പണിക്ക് പോവുക അങ്ങനെയൊക്കെ ഉള്ളവർക്ക്. ഞായറാഴ്ചക്ക് അല്ലാത്തവർക്ക് എന്ത് ഞായറാഴ്ച രാത്രി 10 മണിയാകുമ്പോൾ നമുക്ക് അയ്യോ നാളെ തിങ്കളാഴ്ച ആയില്ലേ, നാളെ ചാലക്കുടിക്ക് ഞാൻ പോയി ഇവരെ ഹോട്ടലിലേക്ക് ഇവരെ കടയില്ലേ, കട തുടങ്ങണില്ല, അതിലേക്ക് പ്രതിമേനെ വാങ്ങിക്കാൻ പോകണല്ലോ. എന്താ അതിൻ്റെ പറയാ പേര്? മാനിക്യൂൻസ്. അത് വാങ്ങിക്കാൻ പോവാ നാളെ ചാലക്കുടിയിൽ. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ നിയറസ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ അതിന്റെ ഒക്കെ ഒരു ഷോപ്പ് കണ്ടത് ചാലക്കുടിയാണ്. അപ്പൊ അങ്ങോട്ട് പോവാ ഞങ്ങള് നാളെ. എത്ര വാങ്ങിക്കണ? 6 ഏഴെണ്ണത്തിനുള്ള സ്ഥലമാണ് അവിടെ ഉള്ളത്. നോക്കട്ടെ. പിന്നെ നമുക്ക് അവിടെ ഒരു ഷോപ്പ് തുടങ്ങാൻ സാധനങ്ങളൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്. നോക്കണം. 6 വാങ്ങിച്ചാൽ മതി. പിന്നെ വേണമെങ്കിൽ പറഞ്ഞാൽ പാർസൽ ചെയ്ത് അയച്ചു തരാൻ പറഞ്ഞാൽ പോലെ ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് തിരിച്ചുകൊണ്ട് പോകണ്ടല്ലോ അല്ലേ? മതി. ഇവിടെ കടയിലേക്ക് സ്റ്റാഫുകൾ വേണം. അതെ, നിങ്ങൾക്ക് ആ ചുറ്റുവട്ടത്തുള്ളവര് കുട്ടനല്ലൂർ പരിസരത്തുള്ളവർക്ക് മുൻഗണന. നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർ. അതുപോലെ തയ്യൽ അറിയാവുന്ന ഒരാൾ, അതായത് സ്റ്റിച്ചിങ് ഭയങ്കര സ്റ്റിച്ചിങ്ങിൽ പ്രൊഫഷണൽ ആവൊന്നും വേണ്ട, അത്യാവശ്യം സ്റ്റിച്ചിങ് അറിയുന്ന, ഓൾട്രേഷനൊക്കെ ചെയ്യാൻ, സ്ലീവ് ഇല്ലാത്തതിന് സ്ലീവ് ഒക്കെ വെച്ച് കൊടുക്കുക, അതിനൊക്കെ അറിയാവുന്ന, പിന്നെ അളവെടുക്കാനും അറിയാവുന്ന ഒരാൾ വേണം. പിന്നെ തയ്ക്കാനുള്ളത് തൽക്കാലം നമ്മൾ എടുക്കുന്നില്ല, അത് നമ്മൾ വേറൊരു ബോട്ടിക്കാണ് അവർക്ക് കൊടുക്കും തയ്ക്കാനുള്ളത്. കാരണം മെറ്റീരിയലും ഉണ്ടല്ലോ, അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള സാധനങ്ങളും നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പോൾ അത് ഉള്ളവർക്ക് വന്ന അവരെ അളവ് മാത്രം നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പറയണ മോഡൽ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മറ്റേ ബോട്ടിക്കാർ തയ്ച്ച് കൊടുത്തോളും. നമ്മൾ ത്രൂ പോകണമെന്ന് മാത്രം. അളവെടുക്കാനൊക്കെ അറിയാവുന്ന ഒരാൾ വേണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇവിടെ താഴെ തന്നിട്ടുള്ള ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. പിന്നെ സാധാരണ പിന്നെ കമ്പ്യൂട്ടറിൽ ഇരിക്കാനുള്ള ആളെ കിട്ടി. പിന്നെ ഒരു കാര്യം പറയാന്ന് ആളുകളെ അതല്ലാണ്, അത് കടയുടെ കാര്യം പോട്ടെ, അല്ല അത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അപ്പൊ കുട്ടനല്ലൂര് പിന്നെ ഇവിടേക്ക് ഉള്ളവർക്ക് പറ്റാ, കുട്ടനല്ലൂര്, അഞ്ചേരി, ഒല്ലൂര്, ഈ വശത്തൊക്കെ അങ്ങനെയുള്ളവർക്ക് അങ്ങോട്ട് വരാൻ എളുപ്പേ. അല്ലാണ്ട് ചുറ്റുവട്ടത്തുള്ളവർക്ക് അല്ലെങ്കിൽ ഞാൻ പറയാൻ വന്നതേ, നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ആളുകൾ കണ്ടമാനം പേര് കമന്റ് ഇടാറുണ്ട്, അത് എങ്ങനെ വാങ്ങിക്കാന്ന് കിട്ടാന്ന്. അപ്പൊ നമ്മുടെ പാത്രങ്ങളൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ള നല്ല പാത്രങ്ങളാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പാത്രങ്ങളുടെ സ്ക്രീനില്ലേ ഒരു ഇത് ഉണ്ടാവും, അത് തൊട്ടാ മതി അല്ലേ? മുന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഇതിന്റെ ലിങ്ക് ഒക്കെ പിൻ ചെയ്ത് വെക്കലല്ലായിരുന്നു. ഇപ്പൊ നമുക്ക് പിൻ ചെയ്യണ്ട, നമുക്ക് യൂട്യൂബ് തന്നെ ഒരു ഓപ്ഷൻ തരുന്നുണ്ട്. നമുക്ക് ടാഗ് ചെയ്യാം, വീഡിയോയിൽ ടാഗ് ചെയ്യാം. അതായത് വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഞങ്ങളത് ടാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ മൊബൈലിൽ കാണുമ്പോൾ ആ മൊബൈലിൻ്റെ സ്ക്രീനും ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഈ സൈഡിലായിട്ട് ഒരു ഐക്കൺ വരും, ഒരു ബാഗിൻ്റെ പോലത്തെ ഒരു ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ അതുമ്പോൾ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഡക്ട്സ് എന്ന് കാണാം. അപ്പോൾ ആ പ്രോഡക്റ്റുമ്പോൾ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ടാഗ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ വരും. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം, നോക്കാം, അങ്ങനെ. അപ്പോൾ അങ്ങനെ ചെയ്തോളൂ കേട്ടോ.
സ്ക്രീനുമ്പോൾ തൊട്ടാൽ മതി, അപ്പോൾ വരും. എന്തെല്ലാം എളുപ്പപ്പണികളാണ് അല്ലേ, നമുക്ക് വീട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുക. ഞാനേ കലം അടപ്പത്ത് വെച്ചിട്ട് ഇത്തിരി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആ കലം ചൂടാവത്തിരി സമയം പിടിക്കില്ല. അപ്പം ചക്ക അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കഴുകി അരിക്കേണ്ടി ഇട്ടാൽ മതി. അല്ല, കാപ്പി വേണ്ടാത്ത ആളുടെ കാപ്പിയോടെ ദേഷ്യപ്പെട്ട് ചോദിക്കി. അതിനെന്തിനാ ദേഷ്യം? ഞാനല്ല കാപ്പി വെച്ചത്, അപ്പം ഞാൻ എന്തിനാ ദേഷ്യപ്പെടണം? എൻ്റെ ചായ ഇത് ഇത്ര കഴിഞ്ഞു. എൻ്റെ ചായ കേട്ടാ. അത് ഈ വർത്താനം ജഗതിയുടെ പോലെ, ജഗതി പറയില്ലേ കിലുക്കത്തില്, അപ്പളത്തെ ടെൻഷൻ ഞാനത് അടിച്ചു തീർത്തു. എവിടെയെങ്കിലും പോയി തൊലയട്ടെ, നാശം. ആദ്യം ഞാൻ കുട്ടിക്കാലത്തില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ട് വെള്ളം വറ്റി വന്നു തുടങ്ങി. എത്ര പ്രാവശ്യം അറിയോ? എന്നിട്ട് വെള്ളം ഇപ്പൊ വീണ്ടും തീണ്ടി ഒഴിച്ചു കഴിഞ്ഞു. പണ്ടേ ഈ 1976 പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചരിത്രം ഞങ്ങളുടെ വീട്ടിലാണ് പറഞ്ഞു തന്നതുകൊണ്ട്. ഞങ്ങളുടെ ഒല്ലൂര് സ്കൂൾ, ഗവൺമെൻറ് സ്കൂള്, അത് തറക്കല്ലിടാൻ വരുന്നത് 76 മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയാണ്, മുഖ്യമന്ത്രിയായിരുന്നു കരുണാകരനായിരുന്നു. വെള്ളം വറ്റിണ്ട്, അതല്ല ഞാൻ പറഞ്ഞ വറ്റിയത്. ഇട് നീ സാധനം ഇടായിരിക്കും. അപ്പോഴേ അന്ന് ഞാൻ പറഞ്ഞില്ലേ മുഖ്യമന്ത്രിയായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ കരുണാകരൻ, അപ്പം എനിക്ക് 6-7 വയസ്സുള്ള പ്രായം. അപ്പോൾ ഇവിടെ അമ്മിണിയേച്ചി പീടിയുണ്ട്, എല്ലാ വക കുഞ്ഞു സാധനങ്ങൾ കിട്ടുന്ന ഒരു കുഞ്ഞൊരു പലചരക്ക് പീടിക, എല്ലാം കിട്ടും. അപ്പോൾ എന്ത് സാധനങ്ങളും പരിപ്പ്, ശർക്കര, എന്തിട്ട് വാങ്ങിയാണെങ്കിലും ഉള്ളി, ഉപ്പ്, ചുക്കണ്ട വരെ വാങ്ങിക്കാൻ പോകുന്നത് നമ്മൾ ഈ അമ്മിണിയേച്ചിരി പിടിയുന്ന തോട്ടത്തിൽ അമ്മിണിയേച്ചി എന്ന് പറയും. അപ്പോൾ ഒരു വൈകുന്നേരം നേരത്താണ് 6 മണി 5:30 ഉച്ചരിഞ്ഞ് 5:30 സമയത്താണ് കരുണാകരൻ വരുന്നത്. ഉപ്പിടണോട്ടാ ചേട്ടക്കത് പറഞ്ഞോ. അത് ഞാൻ ഈ ഉപ്പിടുന്നതിൻ്റെ ഇടയിൽ പിന്നെ നിന്റെ കോൺസെൻട്രേഷൻ പോകണ്ടെന്ന് വെച്ചിട്ട് അപ്പോഴേ മൂടി വയ്ക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പീടിയുണ്ട്. അപ്പോൾ വൈകുന്നേരം 6 മണി നേരത്താണ് കരുണാകരൻ വരുന്നത്. അപ്പോൾ അന്ന് വൈകുന്നേരം ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം 6 മണിക്ക്, ആ സമയത്താണ് ഒഴിവ്. അപ്പോൾ അന്നത്തെ കൂട്ടാൻ വയ്ക്കുന്ന പരിപ്പ് കുത്തിപ്പൊടി കാച്ചി കുത്തിപ്പൊടിച്ച് വെക്കുന്നത് അച്ഛനാണ്, നമ്മുടെ അച്ഛനാണ് വെക്കുന്നത്, പാചകം ചെയ്യുന്നത് വൈകുന്നേരം കഞ്ഞിക്ക്. അപ്പോൾ പുറത്ത് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ, പഴയ വീടിൻ്റെ തറവാട്ടിൻ്റെ ബാക്കിൽ ഒരു അടുപ്പുണ്ട് കേട്ടോ, വിറകടുപ്പ്. അതിൽ അച്ഛൻ വെള്ളം ചാച്ചറക്കില്ല, വേറെ അടുപ്പുണ്ട്. അച്ഛൻ എന്താ വെച്ചാൽ വിറക് കത്തിച്ചിട്ട് ചട്ടി വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് എന്നെ പരിപ്പ് അമ്മിണിയേച്ചിരി പിടിയിലേക്ക് 10 പൈസ വരെ പരിപ്പ്, 10 പൈസ വരെ പരിപ്പ് വാങ്ങിക്കാൻ പറഞ്ഞു വെച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ ചേട്ടന്മാരും, എൻ്റെ പ്രായത്തിലുള്ളവരെല്ലാവരും കരുണാകരനെ കാണാൻ പോകുന്നുണ്ട്. എനിക്ക് അറിയില്ല ഇത് മുഖ്യമന്ത്രി എങ്ങനത്തെ ആളാണ്, എന്താണ് ഈ ആള്, അതായത് ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ എന്തിട്ടാണെന്ന് അറിയില്ല. എല്ലാവരും കാണാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകുമ്പോൾ എന്താ ചെയ്തത്, ഞാൻ ഈ അമ്മിണിയുടെ പേടിയിലേക്ക് പരിപ്പ് വാങ്ങിക്കാനായിട്ട് പോണ വഴിക്ക് അവരൊപ്പം പോയി. എൻ്റെ ധാരണ കരുണാകരനെ കണ്ടിട്ട് വരുന്ന വഴിക്ക് പരിപ്പ് വാങ്ങിച്ചാൽ മതി എന്നാണ് എൻ്റെ ധാരണ. ഇവിടെയാണെങ്കിൽ അച്ഛൻ ഇതേപോലെ വിറകടുപ്പത്ത് വെച്ചിട്ട്, വിറകടുപ്പിൽ വെച്ചിട്ട് വെള്ളം വറ്റും, വെള്ളമൊഴിക്കും, വെള്ളം വറ്റും, വെള്ളമൊഴിക്കും, വെള്ളം വറ്റും, വെള്ളമൊഴിക്കും. കരുണാകരൻ വന്ന് രാത്രി 8 മണിക്ക് 8:30 നടത്തിയത്. അതുവരെ ചേട്ടൻ അവിടെ നിന്നു, ഈ പരിപ്പ് വാങ്ങിച്ചോണ്ടെന്നില്ലേ? എനിക്കറിയില്ലല്ലോ, ഞാൻ വന്ന് അതെ. ഇപ്പൊ എന്നെ ചേട്ടന് കുട്ടിക്ക് ബോധം വന്നിട്ടില്ല, പിന്നെ അന്നത്തെ കാര്യം പറയണം. എന്നിട്ട് എന്തുണ്ടായി, പടന്ന് അമ്മിണിയുടെ പീടിയെന്ന് വരുന്ന വഴിക്ക് കരുണാകരനെ കണ്ടൂല. അന്ന് ആരാ കൊണ്ട് വന്നില്ല. എന്നിട്ട് വേറെ ആരാണ്ട് വന്നിട്ട് അവക്കാതർ കുട്ടീനാക്കി ആരാണ്ട് വന്നിട്ടാണ്ട് ചെയ്തെന്തോ എന്താന്ന് തോണ്ടേ, ഞാൻ കണ്ടില്ല. എന്നിട്ട് ഞാൻ പരിപ്പ് വാങ്ങിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ട് അച്ഛൻ്റെ ഒരു പൂരപ്പാട്ടുണ്ടായിരുന്നു. അടി കിട്ടിയില്ല എന്ന് മാത്രമല്ല, കാരണം ഇവിടെ ഒരു 10-25 വട്ടം വെള്ളം ഒഴിക്കും ചട്ടിയിലേക്ക് വെള്ളം വച്ചുമ്പോല്ല ദിപ്പ വരും. ഇവിടെ വരക്ക് ഇത് 2 അടി നടന്നാ മതി. ഒറ്റ ഓട്ടത്തിനെ പോയിട്ട് പരിപ്പ് വാങ്ങിച്ചു കൊടുത്ത് നടത്താൽ മതി. അപ്പൊ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കഥ. അങ്ങനെ അച്ഛനോ ഓരോ മക്കളെയും കുറിച്ചിട്ട് ഓരോ ഓർമ്മകളുണ്ട്. അതില് ചേട്ടനെ കുറിച്ച് പറയണ കാര്യം ഇതാ, സജീവനെ കുറിച്ചിട്ട് പറയണ കാര്യം എന്താണെന്ന് അറിയോ? സജീവൻ വെളിച്ചപ്പാട് തുള്ളി വരുന്നു, മറ്റേ ഈർക്കിളിയെ പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നു. എന്നിട്ട് സന്താനങ്ങൾക്കൊക്കെ സൗഖ്യല്ലേ ചോദിക്കുന്നു അച്ഛനോട്.
സജീവൻ താഴെയുള്ള മകനാണ്. അപ്പൊ എല്ലാവർക്കും ഓരോ ഇതുകളുണ്ട്. അത് അച്ഛൻ പറഞ്ഞിരുന്നു ചിരിക്കണതാണ്. അത് ഈ ഈർക്കിലില്ലേ, ഈർക്കിലി നമ്മളിങ്ങനെ നീളത്തിലാക്കിയിട്ട് നല്ല ബലമുള്ള ഈർക്കിലായിരിക്കും. എന്നിട്ട് അതിന്റെ തല ഇങ്ങനെ വാള് പോലെയാക്കും. മറ്റേ ഈ തുള്ളുണോര കയ്യിൽ വാളുണ്ടാവില്ലേ, അതിന്റെ ഇങ്ങനെ ഇങ്ങനെയാക്കും മോൾ വശം. എന്നിട്ട് അത് പിടിച്ചിട്ട് കുറച്ച് പൂവായിട്ട് വരും സജീവൻ. പൂവ് അവിടെ നിന്നൊക്കെ പൊട്ടിച്ചിട്ട് ചെമ്പരത്തി പൂവും പാലപ്പൂവും ഒക്കെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് തുള്ളി ഇടുന്നു അച്ഛന്റെ മുന്നിൽ നിന്നിട്ട്. സന്താനങ്ങൾക്കൊക്കെ സുഖല്ലേ എന്ന് പറയും. അല്ല, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ. എനിക്ക് എന്തൊരു പരിപാടി എന്നറിയോ? എനിക്കൊന്നുമില്ല, എനിക്ക് വണ്ടികളാണ് കളിക്കല്. വണ്ടികൾ. ഞാനിപ്പോ ഒരു തീപ്പെട്ടിയില്ലേ, നമ്മുടെ തീപ്പെട്ടി, ആ തീപ്പെട്ടി എടുത്ത സ്ഥലത്ത് അപ്പുറത്ത് തീപ്പെട്ടി, ആ തീപ്പെട്ടി എടുത്ത് കാണിച്ചു തരാം. എൻ്റെ മെയിൻ പണി ഇതാണ് കേട്ടാ. ഇങ്ങനത്തെ തീപ്പെട്ടിയല്ല കിട്ടാ. ഇത് കടലാസ് കൊണ്ടുള്ള തീപ്പെട്ടിയില്ല, അല്ല കാണിച്ചു തരാണ്. ഈ തീപ്പെട്ടി ഇതിപ്പോ കീറുമ്പോ നാശാവായിരിക്കും ചിലപ്പോ, പക്ഷെ മറ്റു പിന്നെ അല്ല, മറ്റേ പണ്ട് കാലത്തെ തീപ്പെട്ടി ഇത് ഇങ്ങനെയാക്കും കേട്ടാ. പണ്ട് കാലത്തെ അല്ല, പാലത്തില്ല, പണ്ട് കാലത്തെ തീപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മരത്തന്റെ പോലത്തെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ഇങ്ങനെയാക്കും കേട്ടാ. കാണിച്ചു തരാം. അല്ല, ഇതാണ് നമ്മുടെ എൻ്റെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയ ഹോബിയാണ് ഇതേ ഇങ്ങനെയൊക്കെ എടുത്തരുത് നോക്കിയേ കടാ. ഇതിങ്ങനെയാക്കിയിട്ട് ഈ മണ്ണിലിരുന്നിട്ടുള്ള എൻ്റെ കളി മെയിനായിട്ട്. അപ്പൊ ഇത് മണ്ണൊക്കെ ആയിരിക്കട്ടാ. അപ്പൊ ഇങ്ങനെ ഇതിങ്ങനെ വെക്കിട്ടാ. ഓക്കെ, എന്നിട്ട് ഇങ്ങോട്ട് പാടി ഞാൻ കാണുന്നുണ്ട്. ലോഡ് കയറ്റും വണ്ടിയിൽ, ലോഡ് കയറ്റും. എൻ്റെ ചെറുപ്പത്തിലുള്ള കളികളാണ് കേട്ടാ. ഇതിൽ ലോഡ് കയറ്റും, മണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കയറ്റും. ഇത് നോക്കിയേ, വണ്ടി പോട്ടെ. അങ്ങനെയുണ്ട് വണ്ടി. അത് ഇത് മറിഞ്ഞു വീണു ഇങ്ങനെ. ഇതാണ് എൻ്റെ ശബ്ദം ഫുൾ ടൈം. അത് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാൻ ഇങ്ങനെ വണ്ടി ഓടിപ്പിച്ച് പോകേണ്ടത് അറിയാം. ഇത് മാത്രം മതി. ഞാൻ കാലത്തോട്ട് വൈകുന്നേരം വരെ ഇരുന്നോളൂ. കുഞ്ഞിതായിരിക്കുമ്പോഴാണ്ടാ ഒരു 5, 6, 7, 8 വയസ്സുള്ള കാര്യങ്ങളാണ് പറയണത്. ഇതാണ് എൻ്റെ കളി. ഷാൻ ചേട്ടൻ്റെ കാര്യം ഞാൻ അതുപോലെ പറഞ്ഞിട്ടുണ്ട്. ഒരു വട്ടയില് കാപ്പി വട്ടയല്ല, ഒരു കിണ്ണുണ്ട്, ഓട്ട് കിണ്ണം. അതും ഒരു ഗ്ലാസും വെച്ച് കൊടുക്കും. അതിൽ നിറയെ കട്ടൻ കാപ്പി, ശർക്കര കാപ്പി, അത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ എടുത്തിട്ട് അതിൽ നിന്ന് ഇത്തിരി എടുത്തിട്ട് ഇതിലേക്ക് ഊറ്റും, ഇതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഊറ്റും, എന്നിട്ട് ഒരു മുത്തും എന്നിട്ട് വീണ്ടും അതിന്റെ മുന്നിൽ മണിക്കൂറോളം അല്ല സുഖമായിരുന്നു അല്ലെ പണ്ടത്തെ പിള്ളേരെ നോക്കാൻ. ഇങ്ങനെ ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഇങ്ങനെ നോക്കാൻ പറ്റില്ല. എന്റെ വണ്ടിയുടെ അങ്ങനെയാണ് കൊണ്ടുപോട്ടാ. ഇതിപ്പിന്നെ ഇങ്ങനെ കിടക്കും, ഇങ്ങനെ കിടന്നിട്ട് നോക്കി ഈ പരിപാടി ഇങ്ങനെ കിടന്നിട്ട്. അയ്യോ, അപ്പൊ ഇത് തേങ്ങ ഊരി പോവാലോ. ഇങ്ങനെ ഒരു മിനിറ്റ് കേട്ടാ, അത് ശരിയാക്കട്ടെ കേട്ടാ. എന്നിട്ട് കാണിച്ചു തരാം ഞാൻ. നമ്മുടെ ഇതാണ് കേട്ടാ, എല്ലാവർക്കുള്ള ഓരോ മാനേജ്. ഇതൊന്നും കളിയാക്കലല്ല, ഇത് എൻ്റെ സ്വഭാവമാണ് പറയുന്നത്. ഇരിക്കറപ്പാ ഇരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഈ 69 മോഡൽ വണ്ടിയായ കാരണം കൊണ്ടാ ഊരി വീണ പാർട്സ് ചേട്ടാ. എന്നിട്ട് ഇങ്ങനെ കളിക്കും. ഇതാണ് എൻ്റെ പരിപാടി കേട്ടാ. അങ്ങനെ ഒരു കാലം, എന്ത് രസമായിരുന്നു ആ കാലം. ആലോചിക്കുമ്പോൾ ത്രില്ലടിക്കുക. ഇപ്പോഴത്തെ പിള്ളേര് നമ്മളെയൊക്കെ കളിയാക്കുമല്ലോ, അവർക്ക് പുച്ഛാണല്ലോ നമ്മുടെ തലമുറേനെ, ജെൻസി കിഡ്സിന്. പക്ഷെ നമ്മളായിരുന്നു ശരിക്കും, നമുക്ക് ആ കാലഘട്ടത്തിലത്തെ കാര്യങ്ങളും അനുഭവിക്കാൻ പറ്റി, ഇപ്പോഴത്തെ കാര്യങ്ങളും അനുഭവിക്കാൻ പറ്റിയില്ലേ. അല്ല, നമ്മളുടെ അനുഭവങ്ങളൊക്കെ അവരോട് പറയുമ്പോ അവർക്ക് പുച്ഛാണ് കേൾക്കുമ്പോ. കേൾക്കാൻ തന്നെ താല്പര്യമില്ല പിള്ളേർക്ക് അന്നത്തെ കാലഘട്ടം പറയുമ്പോ. അന്നൊക്കെ എന്ത് രസമായിരുന്നു. ഞാനൊക്കെ എന്റെ അച്ഛൻ്റെ അമ്മേരും ചെറുപ്പകാലത്തെ കഥകൾ കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കേട്ടിരിക്കും. അവരിങ്ങനെ ഓരോന്ന് എത്ര വട്ടം കേട്ടിട്ടുള്ളതാണെങ്കിലും വീണ്ടും വീണ്ടും പറയുമ്പോഴും അതിങ്ങനെ കേട്ടിരിക്കും. ചേട്ടനേക്കാളും കുറച്ചും കൂടി പഴയതാണ് അമ്മയുടെ, അതിനേക്കാളും പഴയതാണ് അച്ഛൻ്റെ. അച്ഛൻ്റെ ഒക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. പക്ഷെ നമ്മള് പറയണതൊന്നും ജഗ്ഗുവിന്റെ അടുത്തൊന്നും പറഞ്ഞിരിക്കുമ്പോ ജഗ്ഗു കേട്ടിരിക്കും. വെള്ളം പറ്റി ഇളക്കിയാ മതി. അപ്പൊ എല്ലാ സ്ഥലത്തും ഒരേ പോലെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ കഥ പറയണ്ടെങ്കിലും മതി. ചേട്ടൻ അവിടെ കിടുന്ന അഭിനയിക്കുമ്പോഴും ഞാനിവിടെ ഇളക്കിയായിരുന്നു. ഞാൻ എന്റെ ശ്രദ്ധ ഇതിലായിരുന്നു.
പൂത്തരിക്കും ആ കുളിരിൽ പൂക്കളുണ്ട്. വെള്ളം വെക്കാൻ അരിയുടെ മുകളിൽ അതിൻ്റെ മുകളിൽ വെച്ചു. അരി കൂടുതലിട്ടിട്ടുള്ള കാരണം കൊണ്ടേ കലം നിറഞ്ഞു. വെള്ളം കണ്ട വെന്തു. വെള്ളം ഒഴിച്ചൊഴിച്ച് ഊറ്റേണ്ടി വരും. ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചു. ആ എന്തേ ഇത് കലം ഇത് ഇവിടെ ഇറങ്ങിയിരിക്കും അതിൽ. അപ്പോൾ ശരിക്കും അതില പിന്നെ തീ കത്തുണ്ടല്ലേ. ചക്ക കൂട്ടാൻ കാച്ചാനുള്ള ചുമന്നുള്ളി വെളുത്തുള്ളി ചതക്കിയാണ് കേട്ടാ. വേപ്പിൻ്റെ അല്ല കേട്ടോ ചേട്ടാ. നമ്മുടെ ചക്കയില്ലേ വെന്തുണ്ട്. ഇത് പുക 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 കണ്ട കുഴയുന്ന ടൈപ്പല്ല, എന്നാലും അത്യാവശ്യം വെന്തുണ്ട്. ഇറക്കി വയ്ക്കുക കേട്ടോ. ഇറക്കി വയ്ക്കുന്നു. എന്നിട്ട് ഈ കാച്ചാനായിട്ടുള്ള പാത്രം ഇറക്കി വയ്ക്കുന്നു. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് കാച്ചണം. മതി മതി. ചക്ക കൂടുതലുള്ള ആരുടെ അത് എന്തായി? അതെന്തുണ്ട്? ചോറ് നോക്കിയാ എന്തോന്നു? ചോറൊക്കെ വെന്തു. ഊറ്റിക്കോ. ചോറ് വല്ലാണ്ട് നിറഞ്ഞ് കവിഞ്ഞു. കുറേശ്ശെ ഊറ്റണേ അനുസരിച്ച് വെള്ളം ഒഴിക്കാം. ഉള്ളി ഒരു ലെവലായി തുടങ്ങിയിട്ടാ. അപ്പോൾ കുത്തിപ്പൊടി മുളക് വേപ്പില മൂത്തുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതേ നമ്മുടെ മൂത്തു കേട്ടോ. അപ്പോൾ ചക്ക ഇടാൻ പോവാണ്. ഇടിച്ചിളക്കണ്ട വരും. ഇതൊരു തിരുവണ്ടി ഉണ്ട്. കംപ്ലീറ്റ് വെള്ളം പറ്റിയില്ലേ? അടിയെ പിടിച്ചപ്പോ? അടിയെ പിടിച്ചിട്ടില്ല. അപ്പം അത് ഈ തരി വെള്ളം ഒഴിക്കോ ചേട്ടാ? ഒരു തരി വെള്ളം, ഒരു നുള്ളല്ലേ? നുള്ളല്ല, കുറച്ച് വെള്ളം മൊത്തം മൂടി. ആ മതി. നമ്മുടെ ചക്ക ഗംഭീരമായിട്ട് സരിത സെറ്റാക്കിയിട്ട് കേട്ടോ. ഇനി നമുക്ക് വിളമ്പാം. ചേട്ടന് ചോറ്, അവന് കഞ്ഞി, എനിക്ക് ഉപ്പേരി മാത്രം മതി ഇന്ന് കാലത്തേക്ക്. ഞാനൊന്നും മറ്റേ ഇതുണ്ടാക്കണില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്തേ പ്ലേറ്റ്. ജഗുന് കഞ്ഞിക്ക് കിണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്, ചേട്ടന് ചോറിന് പ്ലേറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. മരുന്നാക്കിയരാ? ഇന്നലെ ആക്കിയെന്നില്ല, മരുന്നാക്കിയരാ. എൻ്റെ ചോറിന് ആരോ ചോറിലേക്ക് പോയി നോക്കി നോക്കി ജഗു ആരാന്ന് ചോദിച്ചിട്ടൊന്ന്. ചോറും ചക്ക കൂട്ടാനും മടക്കടിക്കുക. ഇപ്പൊ എന്നെ ചേട്ടൻ്റെ ഒപ്പം പഠിച്ചിട്ടുള്ള ആള് വന്ന ആളുടെ മോൻ്റെ കല്യാണം ക്ഷണിക്കാൻ. ഒപ്പം പഠിച്ചവരുടെ മക്കളുടെ കല്യാണമൊക്കെ പഠിച്ചിട്ടല്ല, അവൻ പഠിച്ച കൂട്ടല്ല സുഖമല്ല. അതിന്റെ കളിക്കൂട്ടുകാരൻ 12 ദിവസം വ്യത്യാസം. അവൻ എന്നെ 12 ദിവസം മൂത്തത് ദിവാകരൻ ചിലാതിരമോൻ. അപ്പോൾ അവൻ്റെ മോനെ കല്യാണമാണ് ഞായറാഴ്ച. അതിന് ക്ഷണിക്കാൻ വന്നതാ. കല്യാണം കുറിയെടുത്ത് കാണിച്ചു കൊടുത്ത കല്യാണക്കുറി കാണിച്ചോണ്ടൊരു കുഴപ്പം. എല്ലാവരും വരുമോ ഈ കുറി കണ്ടിട്ടില്ലേ? അപ്പം നീ ചക്ക കൂടാൻ കഴിച്ചോ? അപ്പം നിർത്തിയിട്ടാ നമ്മള്. അടിപൊളി സാധനമാണ്. കഴിക്കലല്ലാട്ട നിർത്തിയാണത് വീഡിയോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എത്തും.